ഓക്കെ, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അനാലിസിസ് ഓഫ് ക്ലോക്ക്ഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് തന്നെയാണ്. അപ്പോൾ അതിലെ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലെ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് എഴുതുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്തിനൊക്കെ എക്സ്പ്രഷൻസ് എഴുതണം? JA, KA, JB, KB, പിന്നെ Y. അപ്പോൾ ഈ 5 സാധനത്തിനുള്ള എക്സ്പ്രഷൻസ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് ഇതൊക്കെയാണ്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് JA ആണല്ലേ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ JA ഇവിടെ എന്താണെന്ന് കിട്ടി? നമുക്ക് QB എന്ന് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ JA എന്ന് പറയുന്നത് ഈ ഒരു ഇൻപുട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കൂ, ഇതേ പോയിട്ട് അത് ഈ QBയിലാണ് ഇത് വന്ന് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? JA = QB എന്ന് കിട്ടും. ഇനി JB ആണെങ്കിലോ, JB എങ്ങനെയാണ് പോണത്? ഇതാ ഈ X ഒരു നോട്ട് ഗേറ്റിലൂടെ കടന്നിട്ടാണ് JBയിലേക്ക് പോണത്. അപ്പോൾ JB = X ബാർ എന്ന് കിട്ടും. ഇനി നമ്മൾ KA നോക്കുകയാണെന്നുണ്ടെങ്കിൽ KA ഇതാണ്. അപ്പോൾ KA നോക്കുമ്പോൾ ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്. ഈ ആൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ട് ഉണ്ട്. ഒരു ഇൻപുട്ടിൽ X ബാർ വന്നിട്ടുണ്ട്, അടുത്ത ഇൻപുട്ടിൽ എന്താണ് വന്നിരിക്കുന്നത്? ഇതിങ്ങനെ പോയിട്ട് QB ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് KA എന്ത് കിട്ടും? QB X ബാർ എന്ന് കിട്ടും. ഇനി നമ്മൾ KB നോക്കുകയാണെന്നുണ്ടെങ്കിൽ KBയിലൊരു XOR ഗേറ്റ് വന്നിട്ടുണ്ട്. ഈ XOR ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്തൊക്കെയാണ്? ഒരു ഇൻപുട്ട് ഇതാണ്, ഇതെന്ന് പറഞ്ഞാൽ QA. ഇനി അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് Xഉം. അപ്പോൾ നമുക്ക് QA XOR X എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ എന്താ? QA X ബാർ പ്ലസ് QA ബാർ X എന്നാണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇപ്പോൾ ഇൻപുട്ടിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ എഴുതി, ഇനി നമുക്ക് ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ എഴുതണം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആൻഡ് ഗേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ആൻഡ് ഗേറ്റിന് 2 ഇൻപുട്ട് ഉണ്ട്. ഒരെണ്ണം ഇതാണ്, അതായത് QB. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് QA. അപ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലായി? Y = QA QB ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ഇവിടുന്ന് അടുത്ത ഒരു കാര്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു നെറ്റ്വർക്ക് മീലി ആണോ ഈ ഒരു നെറ്റ്വർക്ക് മൂറാണോ എന്ന് നമ്മൾ പറയണം. അപ്പോൾ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും പറയണ പോലെ നമ്മുടെ ഔട്ട്പുട്ട് പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മൂറാണ്. അല്ല, നമ്മുടെ ഔട്ട്പുട്ട് പ്രസൻറ്റ് സ്റ്റേറ്റിനെ അതുപോലെ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതെന്താണ്? മീലിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ Y = QA QB ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇൻപുട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ QA QB ആയ കാരണം ഇതെന്താണ്? ഒരു മൂർ മോഡലാണ്. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. സിൻസ് ദി ഔട്ട്പുട്ട് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ഇൻപുട്ട്, ദിസ് ഈസ് എ മൂർ മോഡൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്? ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നെ ഈ ഒരു നെറ്റ്വർക്ക് മീലിയാണോ മൂറാണോ എന്ന് പറയുകയും ചെയ്തു. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് എന്ത് എഴുതണം? ട്രാൻസിഷൻ ടേബിൾ എഴുതണം. ഇനി ആ ട്രാൻസിഷൻ ടേബിൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ട്രാൻസിഷൻ ടേബിൾ എഴുതണതിൻ്റെ മുന്നേ ഇപ്പോൾ എന്താണ് ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ എന്ന് ഒരു ഐഡിയ വേണമല്ലോ. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ, അതിൻ്റെ ട്രാൻസിഷൻ ടേബിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ ട്രാൻസിഷൻ ടേബിളിൽ നമ്മൾ മെയിൻലി എന്തൊക്കെ വരുന്നുണ്ട്? ഒരു പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും പിന്നെ ഔട്ട്പുട്ടും വരുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റിൽ നമ്മൾ QA QB അതിന് നമ്മൾ 0 0 0 1 1 0 1 1 അങ്ങനെ വാല്യൂസ് കൊടുക്കും. നെക്സ്റ്റ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ QA പ്ലസ് QB പ്ലസ് അങ്ങനെയാണ് നമ്മൾ വാല്യൂ കൊടുക്കുക. അതന്നെ X = 0 ആകുമ്പോൾ നമ്മൾ എഴുതും, X = 1 ആകുമ്പോൾ നമ്മൾ എഴുതും. ഇനി ഔട്ട്പുട്ട്, ഇവിടെയാണ് മീലിയും മൂറും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ചെയ്തത് മീലി ആയ കാരണം ഇവിടെ ആ മീലി എന്താണ്? ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ X = 0 ആകുമ്പോഴത്തെ ഇൻപുട്ട് നമ്മൾ എഴുതണം, X = 1 ആകുമ്പോഴത്തെ ഔട്ട്പുട്ട് നമ്മൾ എഴുതണം. സോറി, ഇൻപുട്ട് എന്നാണ് പറഞ്ഞത്, ഔട്ട്പുട്ടാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയത് എന്താണ്? മൂറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേർതിരിച്ച് എഴുതേണ്ടി വരില്ല, എല്ലാത്തിനും ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ട്രാൻസിഷൻ ടേബിൾ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ട്രാൻസിഷൻ ടേബിൾ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ഈ ട്രാൻസിഷൻ ടേബിൾ എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ നമ്മൾ നമ്മുടെ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതണം.
കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Qn+1, അതായത് നെക്സ്റ്റ് സ്റ്റേറ്റിനുള്ള ഇക്വേഷൻ അല്ലേ. അപ്പം നമ്മൾ ഈ ട്രാൻസിഷൻ ടേബിളിൽ ഫുള്ള് നമ്മൾ എന്താ ഡീൽ ചെയ്യുന്നത്, QA+, QB+ ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ QA+, QB+ എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വേണം, അതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് Qn+1 = JQn bar + K bar Qn എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തൊക്കെ എഴുതണം, QA+ കണ്ടുപിടിക്കാനുള്ളതും QB+ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിൽ നിന്ന് എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇതുപോലെ കിട്ടും. എന്താണ് കിട്ടിയത്, QA+ = JA QA bar + KA bar QA, QB+ = JB QB bar + KB bar QB എന്ന് കിട്ടും. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ ഒരു എക്സ്പ്രഷനിലൊക്കെ JA വരുന്നുണ്ട്, KA JB KB ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ JA KA അതിനൊക്കെ നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് QA+ൻ്റെ എക്സ്പ്രഷൻ എഴുതി. ഇവിടെ എന്തിനൊക്കെ നമ്മൾ വാല്യൂ കൊടുത്തത്, JAക്കും കൊടുത്തു. JAയുടെ വാല്യൂ എന്ന് പറയുന്നത് QB ആണ്, KAൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ QB X bar ആണ്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയപ്പോൾ എന്ത് കിട്ടി, JA എന്ന് പറയുന്നത് QB QA bar പിന്നെ KAക്ക് നമ്മൾ നമ്മുടെ വാല്യൂ കൊടുത്തെന്താ QB X bar എന്നായിരുന്നു. അപ്പോൾ അതിന് ഓൾറെഡി ഇവിടെ ഒരു ബാർ ഉണ്ട്, അപ്പോൾ മൊത്തം നമ്മളൊരു ഹോൾ ബാർ ഇട്ട് കൊടുത്ത് QA എഴുതി. ഇത് നമുക്ക് ഡിമോർഗൻസ് ലോ വെച്ചിട്ട് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഫൈനൽ എക്സ്പ്രഷൻ നമ്മൾ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, QB+ൻ്റെ എഴുതണം. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ QB+ൻ്റെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ QA+ൻ്റെയും QB+ൻ്റെയും വാല്യൂസ്, അതായത് X = 0-ലും X = 1-ലും നമ്മൾ കണ്ടുപിടിക്കണം. അതും കൂടി കണ്ടുപിടിച്ച് എഴുതിയാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ഫില്ല് ചെയ്യാം, നമ്മുടെ ട്രാൻസിഷൻ ടേബിൾ ഫില്ല് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ X = 0-ൽ QA+ൻ്റെയും QB+ൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ QA+ൻ്റെ ഇക്വേഷൻ, ഒറിജിനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, QB QA bar + X + QB bar QA എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ Xൻ്റെ വാല്യൂ നമ്മൾ 0 കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ടേം നമുക്ക് അതുപോലെ എഴുതാം, QB QA bar ഇവിടെ നമ്മുടെ X എന്തായി 0 ആയി. അപ്പോൾ നമുക്ക് QB bar QA അല്ലെങ്കിൽ QA QB bar നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കിയേ, QB QA bar QA QB bar. അപ്പോൾ ഇതെന്താണ്, നമുക്ക് XORൻ്റെ എക്സ്പ്രഷനായിട്ട് എഴുതാൻ പറ്റും. QA XOR QB നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ QB+ കണ്ടുപിടിക്കാൻ പോവാണ്. QB+ എപ്പോൾ, അറ്റ് X = 0. അപ്പോൾ നമ്മുടെ ആ ഒരു ഇക്വേഷനിൽ Xൻ്റെ വാല്യൂ എല്ലാം നമ്മൾ 0 ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ X bar ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് QB bar എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ QB bar എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ X bar എന്തായിരിക്കും, 1 ആവും. ഇത് X ആയ കാരണം ഇത് ഈ ഒരു ടേം ഫുൾ ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് QA എന്ന് മാത്രമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ QA bar എന്ന് വന്നു, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു QBനെ എടുത്തെഴുതി. ഇതാണ് നമ്മുടെ X = 0-ൽ QA+ൻ്റെയും QB+ൻ്റെയും എക്സ്പ്രഷൻ വരുന്നത്. ഇനി ഇതുപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, X = 1-ലും QA+ഉം QB+ഉം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ എന്ത് എഴുതിയിട്ടുണ്ട്, X = 1-ൽ QA+ൻ്റെയും QB+ൻ്റെയും എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വന്നത്, QA+ൻ്റെ ഒറിജിനൽ എക്സ്പ്രഷൻ എന്താ, QB QA bar X + QB bar ഇൻറ്റു QA. അപ്പോൾ ഇവിടെ നമ്മൾ Xന് എന്തിട്ട് കൊടുക്കും, 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു ടേം നമുക്ക് അതുപോലെ എടുത്തെഴുതാം. അപ്പോൾ 1 + എന്താണ്, 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം ഫുള്ള് 1 ആയിട്ട് പോകും. അപ്പോൾ 1 × QA എന്ന് പറഞ്ഞാൽ QA തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ QB ബാറിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ എക്സ്പ്രഷൻ. ഇതിൽ Xനൊക്കെ നമ്മൾ എന്ത് വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവാണ്, 1 ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ X bar ആണ്. അപ്പോൾ 1 bar എന്ന് പറഞ്ഞാൽ 0 ആയി. അപ്പോൾ ഈ ടേം ഫുള്ള് പോയി. ഇനി അതുപോലെ ഈ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ X bar വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേം പോയി. X എന്താ, 1. അപ്പോൾ QA bar എന്ന് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഈ QA bar ഹോൾ ബാർ ആണ്. അപ്പോൾ അതെന്താ, QA bar ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ QA തന്നെ ഇൻറ്റു QB. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും, QA QB എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ ടേബിൾ ഈ ഒരു രൂപത്തിലാണ് വരിക. ഒരു പ്രസൻറ്റ് സ്റ്റേറ്റ് ഉണ്ടാവും, നെക്സ്റ്റ് സ്റ്റേറ്റ് തന്നെ X = 0-ൽ നമ്മൾ എഴുതണം, X = 1-ൽ എഴുതണം, പിന്നെ ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും.
അപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ എല്ലാ എക്സ് ഇസ് ഈക്വൽ ടു 0ലും എക്സ് ഇസ് ഈക്വൽ ടു 1ലൊക്കെ ക്യു എ പ്ലസിൻ്റെയും ക്യു ബി പ്ലസിൻ്റെ ഒക്കെ എക്സ്പ്രഷൻസ് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ട്രാൻസിഷൻ ടേബിൾ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് എന്താ, എക്സ് ഇസ് ഈക്വൽ ടു 0ൽ ക്യു എ പ്ലസിൻ്റെ വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0ൽ ക്യു എ പ്ലസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ക്യു എ എക്സ് ഓർ ക്യു ബി എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, ക്യു എൻ്റെയും ക്യു ബിൻ്റെയും വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വാല്യൂസിനെ എക്സോർ ചെയ്യുക. അപ്പോൾ 0 എക്സോർ 0 എന്താ 0, 0 എക്സോർ 1 1, 1 എക്സോർ 0 1, 1 എക്സോർ 1 0 എന്ന് കിട്ടും. ഇനി അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 0 ക്യു ബി പ്ലസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ക്യു ബി പ്ലസിൻ്റെ ഇക്വേഷൻ എന്താണ്, ക്യു ബി ബാർ പ്ലസ് ക്യു എ ബാർ ക്യു ബി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യു എക്കും ക്യു ബിക്കും 0 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യു ബി ബാർ തന്നെ എന്തായി 1 ആയി. ക്യു ബിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ക്യു ബി ബാർ എന്താണ് 1 ആണ്. അപ്പോൾ 1 പ്ലസ് എന്ത് വന്നാലും അത് 1 തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ 1 എന്ന് എഴുതാം. അടുത്തത് എന്താ 0 1, ക്യു എ 0 ആണ്, ക്യു ബി 1 ആണ്. അപ്പോൾ ക്യു ബി 1 ആണ്. അപ്പോൾ ക്യു ബി ബാർ 0 ആയി. ക്യു എ എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്, പക്ഷേ ക്യു എ ബാർ 1 ആയി. ക്യു ബി ഓൾറെഡി 1 ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് കിട്ടി, 1 തന്നെ ആൻസർ കിട്ടി. അടുത്തത് ക്യു എ 1 ആണ്, ക്യു ബി 0 ആണ്. അപ്പം ക്യു ബി 0 ആണ്, ക്യു ബി ബാർ 1 ആണ്. 1 പ്ലസ് എന്ത് വന്നാലും വീണ്ടും 1 തന്നെ നമുക്ക് ഉത്തരം കിട്ടി. നെക്സ്റ്റ് ക്യു എ എന്ന് പറഞ്ഞാൽ 1ഉം ക്യു ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ക്യു ബി ബാർ 0 ആയി, ക്യു എ ബാർ എന്തായി 0 ആയി. അപ്പോൾ ഇത് മൊത്തം 0 ആയി. അപ്പോൾ നമുക്ക് 0 എന്ന് ആൻസർ കിട്ടി. ഇനി ഇതുപോലെ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 1 ക്യു എ പ്ലസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 ക്യു എ പ്ലസിൻ്റെ വാല്യൂ എന്താ, ക്യു എ പ്ലസ് ക്യു ബി ബാർ ക്യു എ. അപ്പോൾ അതുപോലെ ഈ ഒരു വാല്യൂസ് അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ ഉത്തരങ്ങൾ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇനി ക്യു ബി പ്ലസ് എന്താണ്, ക്യു എ ക്യു ബി ആണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആൻസേഴ്സും കിട്ടും. നമ്മൾ ഫൈനലായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ സ്റ്റെപ്പ് 1ൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ, ക്യു എ ക്യു ബി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കിട്ടിയത് അത് തന്നെ വീണ്ടും എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ ടേബിൾ. ഇനി നമ്മൾ ട്രാൻസിഷൻ ടേബിളിൽ നിന്ന് സ്റ്റേറ്റ് ടേബിൾ എഴുതണം. അത് എളുപ്പമാണ്. നമ്മൾ ഓരോ ഇപ്പോൾ 0 0 ആണ്, 0 1 1 0 1 1 ഇതിനൊക്കെ നമ്മൾ ഓരോ ഒന്നെങ്കിൽ നമുക്ക് S0 S1 S2 S3 അങ്ങനെ ഓരോ സ്റ്റേറ്റ് അസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ABCD ഓരോന്നിനും ഇപ്പോൾ 0 0 A 0 1 B 1 0 C 1 1 D അങ്ങനെ നമുക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക, സ്റ്റേറ്റ് ടേബിൾ എഴുതാം. അപ്പോൾ നമുക്കിനി അടുത്തത് സ്റ്റേറ്റ് ടേബിൾ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ടേബിൾ എഴുതുക എന്നുള്ളതാണ്. ട്രാൻസിഷൻ ടേബിൾ നമ്മൾ ഓൾറെഡി എഴുതി. ഇനി ട്രാൻസിഷൻ ടേബിളിൽ ഓരോ വാല്യൂസ് ഉണ്ടല്ലോ 0 0 0 1 അതിനൊക്കെ നമ്മളൊരു വാല്യൂസ് അസൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ 0 0ന് A എന്നുള്ളത് അസൈൻ ചെയ്തു, 0 1ന് B അസൈൻ ചെയ്തു, 1 0ന് C അസൈൻ ചെയ്തു, 1 1ന് D അസൈൻ ചെയ്തു. ഇനി ഈ ട്രാൻസിഷൻ ടേബിളിൽ എവിടേക്കാണോ 0 0 വരുന്നത് അവിടെയൊക്കെ A ആക്കി കൊടുക്കുക, എവിടെയാണോ 0 1 വരുന്നത് B ആക്കി കൊടുക്കുക, എവിടെയാണോ 1 0 വരുന്നത് അവിടെ C ആക്കി കൊടുക്കുക, അതുപോലെ എവിടെയാണോ 1 1 വരുന്നത് അവിടെ D ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ സ്റ്റേറ്റ് ടേബിൾ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, ഇപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് നമ്മൾ 0 0 0 1 വരെ ABCD എഴുതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ട്രാൻസിഷൻ ടേബിളിൽ 0 1 വരുന്നിടത്തൊക്കെ B അങ്ങനെ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ടേബിൾ കിട്ടും. ഇനി ഈ സ്റ്റേറ്റ് ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് വരയ്ക്കാൻ പോവാണ്, സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയ സ്റ്റേറ്റ് ഡയഗ്രാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര സ്റ്റേറ്റ് ഉണ്ട്, നമുക്കിവിടെ 4 സ്റ്റേറ്റ് ഉണ്ട്, ABCD. അപ്പോൾ അത് സർക്കിളിലാക്കി എഴുതുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും ഇങ്ങനെ ഒരു സ്ലാഷ് വെച്ചിട്ട് എഴുതുക. നമ്മൾ മീലി മോഡലിലാണെങ്കിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0ന് ഒരു ഔട്ട്പുട്ട് ഉണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 1ന് വേറൊരു ഔട്ട്പുട്ട് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്ററിലായിട്ട് ഈ ഒരു സർക്കിളിലായിട്ട് നമ്മൾ ഔട്ട്പുട്ട് എഴുതാണ്ടിരുന്നത്.
മൂറാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് എന്താണെങ്കിലും ഔട്ട്പുട്ടിനൊരു വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്തെഴുതാം, ഔട്ട്പുട്ട് എഴുതാം. ഇനി നമ്മുടെ ഫസ്റ്റ് നമ്മൾ എൻ്റെ സ്റ്റേറ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ടേബിൾ. അപ്പോൾ സ്റ്റേറ്റ് ടേബിളിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എയിൽ നിന്ന് എങ്ങോട്ട് പോയി, ബിയിലോട്ട് പോയി. എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ എയിൽ തന്നെ റിമെയിൻ ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ അതാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. എ എന്ന് പറയുന്നത് 0 ആവുമ്പോൾ എങ്ങോട്ട് പോയി, ബിയിലേക്ക് പോയി. 1 ആവുമ്പോൾ എയിൽ തന്നെ റിമെയിൻ ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. ഇതിൽ ബീൻ്റെ കേസിൽ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഡിയിലേക്ക് പോയി, എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ സിയിലേക്ക് പോയി, വൈ എന്ന് പറയണത് 0 ആണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബി 0 ആയപ്പോൾ ഡിയിലേക്ക് പോയി, ബി 1 ആകുമ്പോൾ സിയിലേക്കും പോയി. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി അതുപോലെ സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0ൽ അത് ഡിയിലേക്ക് പോയി, 1ൽ സിയിൽ തന്നെ റിമെയിൻ ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാമിൽ എന്തായി, സ്റ്റേറ്റ് ഡയഗ്രാമിൽ 0 ആയപ്പോൾ അത് ഡിയിലേക്ക് പോയി, 1 ആയപ്പോൾ സിയിൽ തന്നെ റിമെയിൻ ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. ഇനി നമുക്കിതിൻ്റെ ഡീൻ്റെ ഇതുപോലെ ചെയ്യാം. ഡിയിൽ എന്താ ഉണ്ടായത്, ഡിയിൽ 0 ആയപ്പോൾ എയിലേക്ക് പോയി, 1 ആയപ്പോൾ ഡിയിൽ തന്നെ റിമെയിൻ ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് എന്താ, 1 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുപോലെ ഡി എന്തുണ്ടായത്, ഡിയിൽ 0 ഇൻപുട്ട് കൊടുത്തപ്പോൾ എയിലേക്ക് പോയി. ഇനി ഡിയിൽ 1 ആണ് ഇൻപുട്ട് കൊടുത്തപ്പോൾ അത് ഡിയിൽ തന്നെ റിമെയിൻ ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത് എന്താണ്, 1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് എഴുതുക, ഒരു സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് എഴുതി. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തു, ട്രാൻസിഷൻ ടേബിൾ കണ്ടുപിടിച്ചു. ട്രാൻസിഷൻ ടേബിളിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ് ടേബിൾ എഴുതി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്.